ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് എണ്ണയിലൊന്നും വറുത്തെടുക്കാത്ത എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ട് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു വലിയ നേന്ത്രപ്പഴം ഇതേപോലെ ഒന്ന് മൂന്നായിട്ട് കട്ട് ചെയ്ത് നല്ല രീതിയിൽ ആവിയിലൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള ഒരു കറുത്ത സീഡില്ലേ, അത് നമുക്ക് വേണ്ട. അപ്പോൾ അതൊന്ന് എടുത്തു കൊടുക്കണം. ഇപ്പോൾ കണ്ട ആ സീഡൊക്കെ കളഞ്ഞ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇതേപോലെ ആ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ കറുത്ത കുരുവൊക്കെ കളഞ്ഞൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കണേ. ഇപ്പം നല്ല രീതിയിലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മളുടെ ആ ഒരു നേന്ത്രക്കായ. ഇനി ഞാനിതിലേക്ക് ഒരു അരക്കപ്പോളം ഉള്ള ഫ്രഷ് നാളികേരം ചിരകിയതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ 1 ടീസ്പൂണോളം ഉള്ള നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം ഉള്ള ഏലക്കാപ്പൊടിയില്ലേ, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിൽ നിന്നും കുറച്ചെടുത്തതിന് ശേഷം ഇതേപോലെ നല്ല ഒരു ബോൾസ് ആയിട്ട് എടുക്കണം. കണ്ടോ, ഈ ഒരു വലിപ്പത്തിലുള്ള ബോളായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് മതി, ഈ ഒരു വലിപ്പം മതി. ഇതേപോലെ തന്നെ ബാക്കി ഇരിക്കുന്ന എല്ലാം നമുക്കൊന്ന് ബോൾസ് ആക്കി എടുക്കാം. 8 ബോൾസ് ആക്കി കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ആ ഒരു നേന്ത്രക്കായ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ബോൾ എടുത്തതിന് ശേഷം നമ്മളുടെ കയ്യിലേക്ക് വെച്ച് ജസ്റ്റ് കയ്യിലൊന്ന് നെയ്യ് തൂത്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇതേപോലെ ഈ ഒരു വലിപ്പത്തിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് മതി, ഇതേപോലെയുള്ള വലിപ്പത്തിലാക്കി എടുത്താൽ മതി. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ആ ബോൾസ് എല്ലാം നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ബോൾസ് എല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 ബ്രെഡ് എടുത്ത് പൊടിച്ച് ബ്രെഡ് ക്രംസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ഒരു പീസ് എടുത്തതിന് ശേഷം നല്ല രീതിയിൽ ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ ഞാൻ ആ ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയിരിക്കുന്നത് ഇതേപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കിത് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് വെച്ചിരുന്ന ആ ഒരു ബനാനയുടെ മിക്സില്ലേ, അത് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ, ഡീപ് ഫ്രൈ അല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് കൊടുത്ത് 2 സൈഡിലും ഒന്ന് ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, 2 സൈഡും ഒരേപോലെ തന്നെ മൊരിഞ്ഞ് ഒന്ന് ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയിരിക്കുന്നത് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു നേന്ത്രക്കായ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക. ഇതേപോലെ ഒരു പുതിയ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.